ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ നൈറ്റ് ഫീലിങ്സ് ആണ്. അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓവറോൾ എനർജി എങ്ങനെയാണ് രണ്ടുപേരുടെയും ഉള്ളത്. Financial and material changes, obstacles and challenges, wisdom, power, emotional loss, അതോറിറ്റി. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി വളരെ ഒരു ഹൈ ലെവലിലൊക്കെ പോകുന്നതായിട്ട് കാണാം. ചിലവർക്ക് ഇതൊരു വളരെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കാം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ അത്രയധികം ഒരു ഇൻറ്റേർണലി എക്സ്റ്റേർണലി ഒക്കെ ഒരു പുഷ് ആൻഡ് പുള്ളൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമായിട്ട് തന്നെ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. ഇതിനകത്തൊരു ബാരിയർ വന്ന് പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സുതാര്യത ഇല്ലായ്മ ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഒരു റിലേഷൻഷിപ്പ് എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ള ചില എനർജീസ്, പ്രത്യേകിച്ച് ആ ഒരു നമ്പർ 5 ഇവിടെ നമുക്ക് വളരെ കാര്യമായിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട്. ഏകദേശം 4 എനർജീസ് ആ ഒരു 5 റിലേറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതോ ഒരു ദിവസം നമ്മൾ ചെയ്ത റീഡിങ്ങിനും ഇതേപോലെ തന്നെ നമ്മൾ സിറ്റുവേഷൻ എനർജി അല്ലെങ്കിൽ ആ ഒരു കറണ്ട് എനർജി നോക്കിയപ്പോൾ നമുക്ക് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അത് ആ ഒരു എനർജി തന്നെ ആയിരിക്കും ഹൈലി ഇപ്പോഴും കയറി നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമുക്കതുമായിട്ട് റിസിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള ഒരു തടസ്സങ്ങൾ നിലവിലുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ. ഇവിടെ കാണുന്നത് പോലെ ആ ഒരു തടസ്സം നിലവിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആ ഒരു തടസ്സമുണ്ട് എന്ന് വിചാരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡീപ്പ് ഇൻറ്റേർണലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിനകത്ത് കുറച്ചൊരു ആഴമുണ്ട്. പുറമേ ഈ പറഞ്ഞതുപോലെ തടസ്സങ്ങളുണ്ടാവാം, പ്രശ്നങ്ങളുണ്ടാവാം, ബാരിയേഴ്സ് ഉണ്ടാവാം, പക്ഷേ അകത്തേക്കും എന്നാൽ അതേപോലെ തന്നെ ആഴമുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. മാത്രമല്ല കുറച്ച് ഒരു എക്സ്റ്റേണൽ പ്രഷേഴ്സ്, ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഉള്ള ബുദ്ധിമുട്ടുകൾ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ തരത്തിലുള്ള സ്ട്രഗിൾസൊക്കെ ഈ ഒരു പേഴ്സണോ ഒക്കെ അനുഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഇതിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് ലെസൺസ് ലേൺ ചെയ്യുന്ന ഒരു സമയമായിട്ട് തന്നെ കാണാം. മേ ബി ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവാം, പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരവസ്ഥയായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചില റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് കല്ലും മുള്ളും നിറഞ്ഞൊരവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ ആണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിനെ സംബന്ധിച്ച് പല പുതിയ പാഠങ്ങൾ നമ്മൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. നമുക്കുണ്ടാവുന്ന ഒരു മാറ്റം, നമ്മളെന്ന് പറയുന്ന വ്യക്തി തന്നെ ചില റിലേഷൻഷിപ്പ് വരുമ്പോൾ മാറിപ്പോവാറുണ്ട്. നമ്മളെങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് മാറ്റങ്ങൾ, പോസിറ്റീവായിട്ടാണെങ്കിലും നെഗറ്റീവായിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ ചിലപ്പോൾ നമുക്ക് വന്നു എന്ന് വരാം. അപ്പോൾ അതുപോലെയുള്ളൊരു സാഹചര്യവും നമുക്കിവിടെ എടുത്ത് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ആ ഒരു ഇമോഷണൽ ലോസ്, വളരെയധികം ഒരു നഷ്ടബോധം, വിഷമം, സങ്കടം അതൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് നിങ്ങൾ രണ്ട് വ്യക്തികൾ മാത്രമല്ല, വേറെ പല കാര്യങ്ങളും തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്ലോ നേരെ പോവാത്തത്. ഇവിടെ കാണുന്ന പോലെ ഒരു ബ്രേക്കിംഗ് എനർജി വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതിനകത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഒരു പ്രസൻസും ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ ഒരാൾ വളരെ ഒന്ന് വീക്കായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്, മാനസികമായിട്ടുള്ള ആ ഒരു ദുർബലത ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി ചിലപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടായിരിക്കാം പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് ആ ഒരു ബോൾഡ്നെസ്സിൽ തന്നെയായിരിക്കാം ചിലപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല.
മാത്രമല്ല ചിലപ്പോൾ നിങ്ങളാണ് ഇവിടെ വളരെയധികം വീക്കായിട്ട് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കുന്നതും ഒരുപാട് ലെസൺസിലൂടെ കടന്നു പോകുന്നതും ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം ആ, അവരുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഒരു ഡിഫെൻസീവായിട്ട് നിൽക്കുക. എന്നാൽ വേറൊരു സൈഡിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം ഓവർ കോൺഫിഡൻസും ആയിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഒരു വ്യക്തി റിലേഷൻഷിപ്പിൽ ഓവർ കോൺഫിഡൻ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അതിനകത്തുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിലുള്ള ഒരു ട്രസ്റ്റ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ വിട്ട് അവർക്ക് പോകാൻ കഴിയില്ല, ഞാൻ സംതിങ് സ്പെഷ്യലാണ്, ഞാൻ എന്ത് ചെയ്താലും ആ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളവരുടെ അങ്ങനെയുള്ളൊരു കോൺഫിഡൻസും ആയിരിക്കാം. അതുപോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള ചാൻസസും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ പ്രഷറും കാര്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനകത്തും ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റബിലിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിലവിൽ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. കൂടുതലായിട്ട് ഒരു മാനസികമായിട്ടുള്ള ദുഃഖവും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നവരുടെ ഒരു എനർജി എന്ന് പറയാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വ്യക്തിയുടെ ഒരു നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളതിലേക്ക് പോവാം. Knight of Wands, Eight of Pentacles, Eight of Cups, Ace of Wands, Death, King of Swords, Ace of Swords, Four of Wands, Ace of Cups, Ten of Swords, Ace of Pentacles, Sun, the Devil, Five of Wands, Knight of Pentacles, Four of Swords, and Seven of Cups. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ, നമ്മൾ നേരത്തെ എടുത്ത സ്പ്രെഡിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞാണ്, ഒരു ഡീപ്പായിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ഇഷ്ടവും സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറമേ കാര്യങ്ങൾ അത്ര സുഖത്തിലല്ല പോകുന്നത്, തടസ്സങ്ങളുണ്ട്. ആ വ്യക്തി ചിലപ്പോൾ ഒരു ബോർഡർ നിങ്ങൾക്കിടയിൽ വെച്ചിട്ടുണ്ടാവാം, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. നിങ്ങളായിരിക്കാം കൂടുതലും ഇമോഷണലി വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കേവലം നൈറ്റ് ഫീലിങ്സ് ആണ് നോക്കുന്നതെങ്കിൽ പോലും അതിനകത്തും ചില കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഏസ് എനർജീസ് വളരെ കാര്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4 ഏസ് എനർജീസും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏസ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് കപ്സ്, അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് വാൻഡ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോഴുള്ള ആ ഒരു പാറ്റേൺ എന്താണോ, ആ പാറ്റേൺ മാറി മറ്റൊരു രീതിയിൽ, അല്ലെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്റ്റാർട്ട്, എല്ലാം കൊണ്ടും നല്ലൊരു തുടക്കം ഇതിനകത്ത് ഉണ്ടാവാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. അതിൻ്റെ ഒരു സിമ്പലും കൂടിയാണ് തീർച്ചയായിട്ടും ഈ 4 ഏസസ് നമുക്ക് കിട്ടാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്മാറ്റമോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ പറഞ്ഞ പോലെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നത് അവരാണെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് മാറ്റം ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അവർ ആ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നതിന് ഒരർത്ഥമുണ്ട്. അല്ലെങ്കിൽ അവരുടെ കോൺസെപ്റ്റിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ പേഴ്സൺ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സ്വയമേ ഒരു ബാരിയർ വെച്ചിട്ട് അതിനൊരു നല്ല മാറ്റം ഉണ്ടാവാനായിട്ട് അവർ ആഗ്രഹിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാറുണ്ട്. സാഹചര്യവശാൽ നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള എന്തോ കാര്യമുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നന്നായിട്ട്
എനർജി ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനകത്ത് ഫോക്കസ് കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി ഈ വ്യക്തിക്കുണ്ട്. അല്ലെങ്കിൽ അവർക്കറിയാതെ, അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടല്ല. മാത്രമല്ല നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ ഉള്ളൊരു പേഴ്സണാണ്. അപ്പോൾ അത്രയധികം ഒരു താല്പര്യം നമുക്ക് കാണാം. ഇപ്പോൾ ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കലിയൊക്കെ നിങ്ങളോട് വളരെയധികം അട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലുള്ളപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ നിങ്ങളോട് തോന്നിയിട്ടുള്ള, നിങ്ങളെ ചിലപ്പോൾ ഒരുപാട് പുകഴ്ത്തിയിട്ടുള്ള, നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ പുകഴ്ത്തിയിട്ടൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് സ്റ്റിൽ ഇതിനകത്തുണ്ട്. എന്നാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു പുതിയ ഒരു വഴിത്തിരിവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി എന്തോരം വേണം എന്നുള്ളതും ആ ഒരു പേഴ്സൺ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് കൊണ്ട് അവരുടെ ലൈഫിൽ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെയോ കാര്യങ്ങളിൽ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ചില തടസ്സങ്ങളുണ്ടാവാം. ശക്തമായിട്ട് ഒരുപാട് വിഷമിക്കേണ്ടുന്ന സാഹചര്യങ്ങളോ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ സ്റ്റിൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞൊരു എനർജി കാണാം. അവർ വളരെയധികം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് ഒരു ഭാരം അനുഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഹെവിനെസ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ അവർ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. അത് ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റു വ്യക്തികളിൽ നിന്നോ, അല്ലെങ്കിൽ സാഹചര്യവശാലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ആയിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ അവർ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കാണാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വളരെ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം, ഇതിന് ഉള്ള ഓൾഡ് പാറ്റേൺ ഒരു അവസാനം വേണം, ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്താഗതി നമ്മളിവിടെ കാണുന്നത് പോലെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഡെത്തിൽ നിന്നൊരു റീബർത്തിലേക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു പ്രാക്ടിക്കൽ സൈഡ് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിനകത്ത് നേരിട്ട ബുദ്ധിമുട്ടുകൾ ആലോചിക്കുമ്പോൾ അവരെ പിന്നിലേക്ക് വലിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇനി വീണ്ടും ഇതിനകത്ത് എനർജി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലായിരിക്കണം എന്നില്ല ഈ ഒരു പേഴ്സൺ. അവർ വളരെ കാര്യമായിട്ട് മറ്റേതെങ്കിലും എക്സ്റ്റേണൽ പ്രഷറിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് പോലെ തന്നെയുള്ള ആ ഒരു സെൽഫ് വിഡ്രോവൽ എനർജി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മളുടെ മനസ്സിനകത്ത് ഒരു കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മളതിനകത്ത് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ധാരണയുണ്ട്. അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു പേഴ്സണലി ഉള്ള ഡിസയർ ഉണ്ട്. പക്ഷേ നമ്മളുടെ മുൻകാലത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിലവിൽ നമുക്ക് ആ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ആ ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ഒതുക്കാറുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തിയുള്ളത്. പക്ഷേ നമ്മളിവിടെ ആ ഒരു നൈറ്റ് ഫീലിങ്സ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങളോട് വളരെയധികം ഒരു സ്പാർക്ക്, ഒരു അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളോട് പെട്ടെന്ന് സംസാരിക്കണം, നിങ്ങളോടൊന്ന് നന്നായിട്ട് മിണ്ടണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം നമുക്കവിടെ ശക്തമായിട്ട് തന്നെ കാണാം. ഇപ്പോൾ ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോണസ്റ്റ് കോൺവെർസേഷൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവർ തന്നെയാണ് നിങ്ങളിൽ നിന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നതെങ്കിലും ഒന്ന് നന്നായിട്ട് സംസാരിച്ചാൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം. ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് റീയൂണിയൻ ഒക്കെ നമുക്ക് അവരുടെ ഭാഗത്തു നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നുള്ള ആ ഒരു ആഗ്രഹമൊക്കെ നമുക്ക് കാണാമെന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ ഒരു താല്പര്യം, അൺകണ്ടീഷണൽ ലവ്, അതൊക്കെയാണ് അവിടെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എൻഡിങ് പോലെ തന്നെ ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫയറി നേച്ചർ എല്ലാം നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്നൊരു ചട്ടക്കൂടിൽ എന്ന് പറഞ്ഞ് നമുക്ക് ഒതുക്കാൻ പറ്റില്ല. കാരണം ചില റീഡിങ്സ് നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഇമോഷണലി ഉള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കും കൂടുതൽ, ചിലത് ഫിസിക്കലി ഉള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കും കൂടുതൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാ തരത്തിലും നിങ്ങളോട് കണക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് എല്ലാ തരത്തിലുള്ളൊരു അട്രാക്ഷന് താല്പര്യം, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉള്ളൊരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൊണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആം, തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതിന് മുൻപ് അവർ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രഷർ കൊണ്ടോ അവർ ഒന്ന് ആലോചിക്കാനായിട്ട് സമയമെടുക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം എത്രത്തോളം ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻസോടുകൂടി ഒരു പേഴ്സൺ കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടിയാണ്. എന്നാൽ ഈ പറഞ്ഞ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നു, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട് അവർക്ക് റിലേഷൻഷിപ്പിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലായിരിക്കും അവർക്ക് കോൺഫിഡൻസ് ഉള്ളത്. എന്നാൽ അതേ അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അവർക്കൊരു ടോക്സിസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഉള്ള ആ ഒരു ഫൈറ്റിംഗ് മോഡ്,
ഫൈറ്റിംഗ് മോഡ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് തന്നെ ആവണമെന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിന് എതിരായിട്ട് നിൽക്കുന്ന മറ്റു പലരും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് അവർ കുറച്ചൊരു സമയം എടുക്കാനായിട്ട് ആലോചിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. കുറച്ചൊരു സ്ലോ മോഡാണ്. എങ്കിലും സ്ലോ മോഡാണെന്നുണ്ടെങ്കിലും അതിനകത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിൽ പോലും പെട്ടെന്നൊരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജിയല്ല. വളരെ സ്ലോ പേസാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഇവർ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ ഒരു സേഫ് സോൺ ഈ പേഴ്സൺ നോക്കുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. പിന്നെ ഒരു പരിധിയിൽ കൂടുതലായിട്ട് അവർ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്നാലോ എന്നുള്ള അവരുടെ ഒരു ചിന്താഗതിയും നമുക്ക് ഇവിടെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ഒരു ടോക്സിക് എന്നുള്ള രീതിയിൽ വരാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ കണ്ടതുപോലെ അവരായിട്ടൊന്ന് വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും അവർക്കതിന് കഴിയുന്നുണ്ടാവില്ല. പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിൽ പോലും നമുക്ക് കാണാം, അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഫീലിങ്സ്, ഡിസയർ, ഫിസിക്കലി മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ തോന്നുന്ന ആ ഒരു എനർജി അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് എനിക്കിപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പേഴ്സണിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് എന്തുകൊണ്ട് ഇതിനകത്തേക്ക് ഇത്രയും ഓവർ അറ്റാച്ച്ഡ് ആവുന്നു എന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കാം. അതുമാത്രമല്ല, ഈ ഒരു റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നാണെന്നുണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ കൺട്രോളിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടും ആവാം. അതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചൊരു ഹഡിൽസ് ഉണ്ട്. ആ ഹഡിൽസ് കഴിഞ്ഞെങ്കിൽ മാത്രമേ വളരെ സ്മൂത്തായിട്ട് ഇത് മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ ആ ഒരു ഹഡിൽസ് നേരിടാനായിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ റെഡി അല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ ഒരു സ്ലോ എനർജി, അല്ലെങ്കിൽ പതിയെ ഗ്രാജുവലി ഉള്ള ഒരു ചേഞ്ച് മതി എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ പോകുന്നത്. അപ്പോൾ അവരായിട്ട് തന്നെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവരുടെ ഈ പറഞ്ഞ ചിന്തകളും, അല്ലെങ്കിൽ അവരെ ഒരു സേഫ് സോണിൽ അവരുടെ കാര്യങ്ങൾക്കാണ് അവരിപ്പോൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു തരത്തിൽ പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ആ ഒരു റെസ്റ്റിംഗ് എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാനിങ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു വലിയൊരു ഹെവി ഇതായിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞ ശേഷം ആ ഒരു പേഴ്സൺ ഇപ്പോൾ എനിക്ക് കുറച്ചൊരു സ്പേസ് വേണം എന്ന് എടുക്കുന്ന ഒരു ടൈം പീരീഡും ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് വേറെ വിശ്വാസക്കുറവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി എനർജീസ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ഹിഡൻ ആയിട്ട് അതിൻ്റെ ഒരു സാന്നിധ്യം നമുക്കിവിടെ കാണാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇതിനകത്തുള്ള തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും, അല്ലെങ്കിൽ ഒരു നമ്മൾ പറഞ്ഞ പോലെ ഒരു ഹഡിൽസ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇന്ന കടമ്പകൾ എനിക്ക് കടക്കാനുണ്ട്, ഇന്ന ആൾക്കാർ എന്നോട് ഫൈറ്റിന് വരും, അല്ലെങ്കിൽ ഇന്ന ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാവും, ഞാൻ ഇതിനു വേണ്ടി ഇതിന് മുൻപ് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് ഇനി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതികൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട്. അതൊരു ഹിഡൻ ഫാക്ടേഴ്സാണ് എന്ന് തന്നെ പറയാം. അപ്പം ഇങ്ങനെയുള്ള ഒരു പതിയെ മതി, അല്ലെങ്കിൽ കുറച്ചൊരു സമയമെടുത്ത് മുന്നോട്ട് പോവാം, ഇപ്പം എനിക്ക് പെട്ടെന്ന് ഇതിൽ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പോട്ടെ എന്നുള്ളൊരു ചിന്താഗതി ഇവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ നിൽക്കുമ്പോൾ വീണ്ടും അവർ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, ആശയക്കുഴപ്പം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഇതിനകത്ത് പതിയെ മതി, അല്ലെങ്കിൽ കാര്യങ്ങൾ സാവകാശം മതി എന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതിനകത്ത് ഒരു ആക്ഷൻ എടുക്കണമെന്നും അവരുടെ മനസ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കൺഫ്യൂസ്ഡ് ആവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മോഡിൽ തന്നെ ഗ്രാജുവലി ഉള്ള ചേഞ്ചസ് മതി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനും അവർക്കൊരു തൃപ്തിയില്ല. ആക്ഷൻ എടുക്കാനും അവർക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ ഒരു ബൗണ്ടറി ഒന്ന് മാറ്റണ്ടേ, ഇതുപോലെ തന്നെ ഇപ്പോൾ പോട്ടെ എന്നും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പ്രെഡിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വളരെ ഡീപ്പായിട്ട്, അല്ലെങ്കിൽ വളരെ ആഴത്തിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ അറിയാം, അല്ലെങ്കിൽ ഈ കണക്ഷനെ കാണുന്നുണ്ട്. നിങ്ങളും ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഈ ഒരു പേഴ്സണായിട്ട് ചില എഫേർട്ട് എടുക്കേണ്ടതായിട്ടൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഈ പേഴ്സണ് പിന്നത്തേക്ക് മതി എന്നുള്ളൊരു ചിന്താഗതി. പക്ഷേ അവിടെയും അവർ കോൺസ്റ്റൻ്റ് അല്ല, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആക്ഷൻ എടുക്കണോ വേണ്ടയോ, അല്ലാന്നുണ്ടെങ്കിൽ പതിയെ മതിയോ എന്നുള്ളൊരു ചിന്താഗതി അവരിൽ മാറി വരുന്നു. അപ്പോൾ ഒരുപക്ഷേ നിങ്ങളുടെ എനർജി അവരെ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നത് കൂടി കൊണ്ടായിരിക്കാം ആ ഒരു പേഴ്സണ് പതിയെ മതി എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് അതിലും ഉറച്ചു നിൽക്കാൻ കഴിയാതെ വീണ്ടും അവർ ആകെ ഒരു ഇല്യൂഷനിൽ പെട്ടൊരവസ്ഥയിൽ ഇരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു എനർജി അട്രാക്ഷൻ കൊണ്ടായിരിക്കാം. തീവ്രമായിട്ട് നിങ്ങളിവർ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു അവസ്ഥയാണ് നമുക്ക് ഇപ്പോഴത്തെ എനർജിയിൽ കാണാൻ കഴിയുന്നത്. പിന്നെ മറ്റൊരു തരത്തിലും കൂടി നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ഈഗോയിസ്റ്റിക് മൈൻഡ് സെറ്റും ഇതിനകത്തൊരു കാര്യമായിട്ട് നിൽക്കുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ തടസ്സങ്ങളുണ്ട് ശരി, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവാം. അവർ ചില ഹഡിൽസൊക്കെ കടന്ന് വേണമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ എതിർപ്പുകളുണ്ടാവാം. പക്ഷേ എങ്കിൽ കൂടിയും അവർക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും പിന്നെയും
ഇതിനകത്തേക്ക് തന്നെ വരാനുള്ളൊരു ടെൻഡൻസി, അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു പ്രേരണയെക്കുറിച്ച് അവർ നിങ്ങളോട് പറയാത്തത് അവരുടെ ഒരു ഈഗോയിസ്റ്റിക് മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കാം. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്താഗതികളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്ക് തന്നെയാണ്. അല്ലെങ്കിൽ അവരുടെ ഒരു സേഫ് സോണിനാണ് അവർ ഈ ഒരു സമയം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതും കൂടി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. പക്ഷേ എന്നിട്ടും അവർ പോലും അറിയാതെ ഒരുപാട് ഇതിനകത്തേക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന നമ്പേഴ്സ് നമ്പർ 19, നമ്പർ 13 ആൻഡ് നമ്പർ 15. ഇനി ഇതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയാക് സൈൻസ് കാപ്രിക്കോൺ, സ്കോർപ്പിയോ ആൻഡ് ലിയോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സിനോട് അതിനായി ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.